അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ വില നിനക്കറിയാത്തത് കൊണ്ടാ ചെറുപ്പക്കാരാ. മോനെ, നിനക്ക് ഈ മാസത്തിന്റെ വില നിനക്ക് റമദാൻ മാസത്തിന്റെ മഹത്വമല്ലേ അറിയൂ? എങ്കിൽ ഈ ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിനൊരു മഹത്വമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ശഅബാൻ ഹുവൽ മുകഫിറൂ. മോനെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ, ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ടടാ. റമളാൻ മാസത്തിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത്, റമളാൻ മാസത്തിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത്. മോനെ, ശഅബാന്റെ മാസമുണ്ടല്ലോ, മുത്തുനബിയുടെ മാസമല്ലേ. ഈ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചല്ലേ നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടത്. ഈ മുത്തുനബിയുടെ ശഫാഅത്തല്ലേ നീ കൊതിക്കുന്നത്. ഈ മുത്തുനബിയുടെ കയ്യിൽ നിന്നല്ലേ ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കേണ്ടത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, എന്റെ വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ഞാൻ ചെയ്ത പാപം, നിങ്ങൾ ചെയ്ത പാപം, ഞങ്ങളുടെ രഹസ്യവും പരിസരവും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും പടച്ചവരെ ധിക്കാരത്തോടെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കറിയുമോ? അല്ലാഹുവേ, ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്ന 60 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത പാപം നിന്റെ 25 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. 20 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. നിന്റെ പ്രായം ചെന്ന നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം 18ാമത്തെ വയസ്സിൽ ചെയ്തു പോയ പെങ്ങളെ എവിടെ കൊണ്ടാ കഴുകിക്കളയുന്നത്? ഏത് കഅബാലയത്തിന്റെ കില്ല പിടിക്കാരാ? അതുകൊണ്ട് ജീവിതത്തിൽ പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്നവരോട്, പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് കഴുകിക്കളയണ്ടേ, ഒന്ന് കഴുകിക്കളയണ്ടേ ചെറുപ്പക്കാരാ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ, ഈ മാസത്തിൽ പടച്ചറപ്പിന്റെ മുന്നിൽ തന്റെ ഇരുകരങ്ങളും ഉയർത്തിയിട്ട് ഏതെങ്കിലും ഒരു പാതിരാത്രി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കൈകൾ ഉയർത്തിയിട്ടൊന്ന് കരയാൻ കഴിയോ? ഓരോന്നായിട്ട് പറയടാ. ചെയ്തു പോയ ഓരോ പാപവും അല്ലാഹുവിന്റെ മുന്നിൽ വ്യഭിചരിച്ചെങ്കിൽ നീ പറയണം, അല്ലാ ഞാൻ വ്യഭിചരിച്ച തമ്പുരാന്. കള്ളു കുടിച്ചെങ്കിൽ പറയണം, ഞാൻ കള്ളു കുടിച്ച് പടച്ചവര്. പലിശ തിന്നെങ്കിൽ പറയണം, ഞാൻ പലിശ തിന്ന് പടച്ചവര്. നമസ്കാരം കളഞ്ഞെങ്കിൽ പറയണമല്ലോ. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയിട്ട് പോലും ഞാൻ പള്ളിക്കകത്ത് കേറാത്തവനാ അല്ലാ. ഓരോന്നും എണ്ണി പറയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കള്, ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നങ്ങളും. ആര് തെറ്റ് ചെയ്താലും എന്റെ പൊന്നുമകളെ തെറ്റ് ചെയ്യില്ല എന്ന വിശ്വാസത്തോടുകൂടി ഇത്രയും കാലം നിന്നെ പൂറ്റി വളർത്തിയ ഉമ്മാരെയും ബാപ്പാരെയും വഞ്ചിച്ച പെൺമക്കളെ, വഞ്ചിച്ച ചെറുപ്പക്കാരാ, മാതാവിന്റെയും പിതാവിന്റെയും പ്രതീക്ഷ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയവരാ. എന്നെ അല്ലാഹുവോട് പറയടാ, വീട്ടിൽ പടച്ചവനെ ഒരു സാലികത്തായ പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു ഹലാലാക്കി ഒരു പെണ്ണിനെ തന്നപ്പോ അവളെ കളഞ്ഞിട്ട് കണ്ടവളുടെ കൂടെ ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരാ. ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി വീടിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഓരോ വക്കത്തും നിസ്കരിച്ചിട്ട് കരഞ്ഞു കരഞ്ഞെന്റെ ഭർത്താവിനെ കാക്കണയല്ല, എന്റെ ഭർത്താവിനെ കാക്കണയല്ല എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന നിന്റെ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശഅബാനിന്റെ രാത്രി റബ്ബിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അറബികളുടെ അടിമയെ പോലെ പടച്ചവനെ കഠിനമായ ചൂട്
മുറ്റത്ത് കുപ്പൂസും വെള്ളവും കടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ ഭർത്താവ്, പടച്ചവരെ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി രക്തം വിയർപ്പാക്കാ പോകുന്ന നിന്റെ ഭർത്താവ്, ആ ഭർത്താവിനെ വഞ്ചിച്ച ഏതെങ്കിലും പെണ്ണുണ്ടോ? ശഅബാനിന്റെ രാത്രിയാ, മുത്തുനബിയുടെ മാസവാ, പടച്ച റബ്ബിന്റെ മുന്നിൽ കരയണമെങ്കിൽ കരഞ്ഞോ, തൗബ ചെയ്യണമെങ്കിൽ തൗബ ചെയ്തോ, പാപങ്ങൾ പുറക്കുന്ന മാസവാ. ഒരു പേടിയും വേണ്ട, ഒരു ലജ്ജയും വേണ്ട, നാണമില്ലാതെ റബ്ബിന്റെ മുന്നിലേറ്റ് പറഞ്ഞു. കാരണം അള്ളയാരെന്നറിയോ, അള്ളയാരെന്നറിയോ? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എടാ, ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയുമോ? ആരാ തൗബ ചെയ്യുന്നത്? ആരാ പശ്ചാത്തപിച്ച് മടങ്ങുന്നത്? ആരാ പൊട്ടിക്കിറഞ്ഞ് ദുആ ചെയ്യുന്നത്? അവന്റെ പശ്ചാത്താപം സ്വീകരിക്കാ, അവന്റെ ദുആയിന് ഉത്തരം നൽകാ അല്ലാഹു വന്നിരിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചിട്ടുണ്ടോടാ? പേടിക്കണ്ട. വ്യഭിചരിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. അല്ലാഹുവേ, എത്ര വലിയ പാപം നീ ചെയ്തവനാണെങ്കിലും എന്തിനാടാ പേടിക്കുന്നത്? നിന്നെ പടച്ച അല്ലാഹുവാണെന്ന് നിനക്കറിയോ? നിന്നെ പടച്ച റബ്ബാരാണെന്നറിയോ? എടാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ. സ്വന്തം പെൺമക്കളെ ജീവനോട് കുടിച്ചു മൂടിയ പാവപ്പെട്ട എത്രയോ സഹാബികളുണ്ടല്ലോ. സ്വന്തം മക്കളെ ജീവനോട് കുടിച്ചു മൂടിയ സ്വഹാബികള്, ആ സ്വഹാബികള് കാട്ടറബികളായ സ്വഹാബികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, മക്കളെ കാണുമ്പോ, ചെറിയ പെൺകുട്ടികളെ കാണുമ്പോ ഉമർ തങ്ങളെ കരയുമായിരുന്നു. എന്തേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങളോട് ചോദിക്കുന്നു, എന്തിനാ കരയുന്നത്? സഹാബാ, എന്റെ കൈകൊണ്ട് എത്ര പെൺകുഞ്ഞുങ്ങള് ഞാൻ ജീവനോടെ കുടിച്ചു മൂടിയിട്ടുണ്ട് സ്വഹാബാ. അല്ലാഹുവേ, ജീവനോടെ പെൺമക്കളെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ്. പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? എത്രയോ വ്യഭിചാരികൾക്ക് പുറത്തു കൊടുത്തില്ലേ? കണ്ണുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തില്ലേ? എത്രയോ കൊടുംപാപം ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? ശിർക്ക് ചെയ്തവർക്ക് പോലും അല്ലാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ മാസം നിനക്ക് അല്ലാഹു തന്ന മാസമാണ്. ഈ മാസം നിനക്ക് ശുദ്ധിയാകാനുള്ള മാസമാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നില് ഒരു ലജ്ജയുമില്ലാതെ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നായി ഓരോന്നായി പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കണം. ആരും കാണാതെ എല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ രാത്രി 2 മണിക്ക് 2:30 3 മണിക്ക് എഴുന്നേറ്റിട്ട് വെളുപെടുത്തിട്ട് നിസ്കാര പായിക്കകത്ത് കയറിയിരുന്ന് വീടിന്റെ വാതിലടച്ചിട്ട് റൂമിന്റെ ലൈറ്റ് അണച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം, നാഥാ, പൊറുക്കന്റെ പാപമോ സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവൻ ഞാനുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ മുണ്ടി തെല്ല് വിട്ടു ചതിച്ചതാ. അല്ലാതെ ദിക്കരി ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാകെ എന്നെ. അല്ലാ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാള്
എന്നെക്കാലം പൊറുക്കുന്ന ഒരാള് ഈ ലോകത്തില്ല നാഥാ. നീ കരുണയുള്ളവനാണ്, നീ ഗഫൂറാണ്, നീ റഹീമാണ്, നീ എന്നെ പടച്ച എന്റെ റബ്ബാണല്ലാ. എന്റെ കയ്യിൽ പല പിഴവുകളും സംഭവിച്ചു പോയി തമ്പുരാന്. ശൈത്താൻ ചതിച്ചതാ, നഫ്സ് വഞ്ചിച്ചതാ, വിട്ടുപോയതാ, എനിക്ക് നീ പൊറുത്തുതാ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് ചോദിക്കാൻ നീ മറന്നു പോകരുത്. കാരണം എന്തെന്നറിയുമോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവാ പറഞ്ഞത്. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവയും രാത്രി, ഈ ശഅബാനിന്റെ രാത്രി എപ്പോഴെങ്കിലും പടച്ചറപ്പിന്റെ മുന്നില് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നേരം പഠിപ്പിക്കുമെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ഈ വാല് പറയുന്ന സിറാജ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയാ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവരെ പിരിയുന്ന സമയത്ത്, ദുആ ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിന്റെ മുന്നിൽ സർവ്വതും നിനക്കൊന്ന് മനസ്സിൽ കരുതിയിട്ട് ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, എനിക്ക് കുറ്റബോധമുണ്ട് റബ്ബേ, അല്ലാഹുവേ ഇതെന്റെ തൗബയാണ് എന്ന് കരുതിയിട്ട് നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിഞ്ഞ മോനെ, നീ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ, നീ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ പശ്ചാത്തപിച്ച പാപത്തിന്റെ പേരില് ഇന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ ഈ പാപത്തിന്റെ പേരില് നാളെ അല്ലാഹ് രണ്ടാമതും നിന്നെ ശിക്ഷിക്കില്ല. കാരണം അല്ലാഹു നീതിമാനാ. അതുകൊണ്ടാണ് പല സ്വഹാബികളും മുത്തുനബി ഇത് പറഞ്ഞു കൊടുത്തപ്പെടാറ്. മായിസെന്ന് പറയുന്ന വ്യഭിചരിച്ചവരെ ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, ഞാൻ വ്യഭിചരിച്ച് നബിയെ, എന്നെ എറിഞ്ഞുകൊല്ലാ പറനബിയെ, എന്നെ എറിഞ്ഞുകൊല്ലാ പറനബിയെ. മുത്തുനബി ചോദിച്ചു, എന്തേ മായിസേ, എനിക്കറിയാ എന്നെ എറിഞ്ഞുകൊല്ലുമെന്ന്. എന്തിനാണ് പരസ്യമായിട്ട് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നതെന്നറിയുമോ? ഇവിടെ വെച്ച് ഞാനിത് വാങ്ങിയ നാളെ റബ്ബിന്റെ നരകത്തിൽ കിടക്കേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ആയിരങ്ങളോട്, ആദ്യം ഈ സിറാജിന്റെ സ്വന്തം നഫ്സിനോട്, പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കരയണ്ടേ, പടച്ച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കണ്ടേ. ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് ഞാനും നിങ്ങളും പാപങ്ങൾ ഏറ്റു പറയുമ്പോ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്നു ലക്ഷക്കണക്കിന് കോടാനി മലക്കുകളുണ്ടല്ലോ. ഈ തുമ്പയിലെ ഈ സ്വർഗം കണ്ടിട്ട്, ഈ സ്വർഗത്തിലിരുന്ന് കരയുന്നവരെ കണ്ടിട്ട് അല്ലാഹു മലക്കുകളോട് പറയുകയാ, കണ്ടോ എന്റെ അടിമകളെ കണ്ടോ, എന്റെ അടിമകളെ കണ്ടോ, ചെയ്തുപോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ എന്റെ അടിമകളെ കണ്ടോ. കാണുന്നു പറഞ്ഞിട്ട് അല്ലാഹു എന്റെയും നിങ്ങളെയും മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ ആ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ചവരെ, ഈ പൊട്ടിക്കരയുന്നവരുടെ, ഈ തൗബ ചെയ്യുന്നവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപം ചെയ്യാത്തവർ, പാപം കാണാത്തവർ, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകള് തുമ്പയിൽ ഈ സദസ്സിൽ നിന്ന് കരയുന്ന വാപ്പയെ നോക്കിയിട്ട്, ചെറുപ്പക്കാരൻ നോക്കിയിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, ആ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അത് മാത്രമല്ല, ആ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പെണ്ണുണ്ടല്ലോ,
ജീവിതത്തിൽ എപ്പോഴോ തെറ്റിപ്പോയ ഒരു പാപത്തിന്റെ പേരില് ഇരുന്ന് കരയുന്ന പെണ്ണുണ്ടല്ലോ, അവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നമുക്ക് സ്വർഗം കിട്ടാ, നമുക്ക് സ്വർഗം കിട്ടാ. മലക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. എടാ, നീ കള്ളു കുടിച്ചവനാണോ, നീ വ്യഭിചരിച്ചവനാണോ, നീ പലിശ തിന്നവനാണോ, പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവരാണോ, നീ ഇവിടെ ഇരുന്ന് പശ്ചാത്തപിക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകളെ പറയുകയാണ്, അല്ലാഹുവോട് മലക്കുകളെ പറയുകയാ, ആ കരയുന്ന ചെറുപ്പക്കാരന് നീ സ്വർഗം കൊടുക്ക തമ്പുരാന്, അവന്റെ പാപം പൊറുക്ക തമ്പുരാന്. ഇവന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട്, ഇവനെ നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്, അവർ രണ്ടുപേർക്കും നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഈ പശ്ചാത്തപിക്കുന്നവന്റെ കൂടെ പാതിരാത്രി കിടന്നുറങ്ങുന്ന ഒരു പെണ്ണുണ്ട് നാഥാ, ആ പെണ്ണിനും നീ സ്വർഗം കൊടുക്കല്ല. പടച്ചവരെ, ഈ മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട് തമ്പുരാന്, ആ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നും മലക്കുകളെ ദുആ ചെയ്യുമെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പ്രവാചകന് രണ്ടാമതായി പറഞ്ഞതെന്തെന്നറിയുമോ? വശഅബാനു ജുന്നത്തുൻ മിനന്നാർ. ഈ മാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അല്ലാഹുവേ, ഇത് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മോനെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് മോഹമുണ്ടോ? ഒന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ, ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് കൈപൊക്കിയ മനുഷ്യ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അറിയില്ലേടാ നരകമുണ്ട്. ഇപ്പോൾ നിനക്ക് നരകത്തിന്റെ തീയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. ആരും വയല് പറയണ്ട. പണ്ട് ഉസ്താദന്മാര് നരകത്തിന്റെ തീയെക്കുറിച്ച് നിനക്ക് വയല് പറയുമ്പോ വിശ്വസിക്കാൻ മടിയായിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളുടെ മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടുതാകാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. റൂമിന്റെ വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, ചൂട് സഹിക്കാൻ കഴിയുന്നില്ലോ, നമ്മുടെ തൊലി പൊള്ളുന്നല്ലോ. ശഅബാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമോ. നരകമുണ്ടെന്നറിയോ? റജബ് 27 നോമ്പ് പിടിച്ചവരാണല്ലോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാ മിഅ്റാജിന് കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പടച്ചവരേ, ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും പ്രവാചകന്മാരും മലക്കുകളും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ആനന്ദമാണ്. എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരയുകയാ.
ഒരു മലക്കിന്റെ മുഖത്ത് സന്തോഷമില്ല, ഒരു മലക്ക് പുഞ്ചിരിക്കുന്നില്ല, ഒരു മലക്ക് തല ഉയർത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട്, എല്ലാവരും എന്നെ തല ഉയർത്തിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മലക്ക് മാത്രം ഒരു പരിഗണനയും നൽകുന്നില്ലല്ലോ, ഒന്ന് ചിരിക്കുന്നില്ലല്ലോ, ഒന്ന് തല ഉയർത്തി നോക്കുന്നില്ലല്ലോ. യാ റസൂലല്ലാഹ്, അത് മാലിക്കുന്ന മലക്കാണ് നബിയേ, നരകത്തിന്റെ കാവൽക്കാരനാണ് നബിയേ. നരകത്തിന്റെ ജോലി അല്ലാഹു കൊടുത്തതിന് ശേഷം ഇന്ന് വരെ ചിരിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ? മോനെ, ഈ പുണ്യമായ മാസത്തിനെ ബഹുമാനിച്ചാൽ, ഈ ശഅബാ മാസത്തിനെ ആഗ്രഹിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വശഅബാനു ജന്നത്തുൻ മിനന്നാർ. ഈ മാസം നരകത്തിൽ നിന്ന് രക്ഷ തരുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട്, ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ട്. സ്വഹാബാ, അല്ലാഹു അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മരണവേദന അല്ലാഹു കുറച്ചു തരുന്ന മാസമാ. കൈപൊക്കിയ ചെറുപ്പക്കാരാ, കൈപൊക്കിയ വാപ്പാ, ഈ മാസത്തിനെ നീ ഒന്ന് ബഹുമാനിച്ചാൽ, ഈ മാസത്തിനെ നീ ഒന്ന് ബഹുമാനിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലമെന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം യാത്ര പറയേണ്ടവനാണല്ലോ. ഈ ദിവസം ഈ ലോകത്ത് നിന്ന് അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് ഖുർആനല്ലേ പറഞ്ഞത്. എല്ലാവരും പടച്ചവര് ഇന്നാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആരും മരണത്തെക്കുറിച്ച് ഓർക്കുന്നില്ല. ഇന്നെല്ലാവരും ഇലക്ഷന്റെ ചിന്തയിലാണ്. ആരാണ് ഇലക്ഷനിൽ ജയിക്കുന്നത്? എല്ലാവരും ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. എല്ലാവരും ജയവും പരാജയവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാ. എങ്കിലും ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നീ ജയിക്കുവോ പരാജയപ്പെടുവോ? എടാ, രാഷ്ട്രീയക്കാരൻ ഇലക്ഷനിൽ നിന്ന് ജയിക്കട്ടെ തോക്കട്ടെ, അത് നിന്റെ വിഷയമല്ല. നിന്റെ വിഷയം നീ ജയിക്കുമോ തോക്കുമോ എന്നാണ്. മോനെ, നീ ജയിക്കുന്നത് എപ്പോഴെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നീ വിജയിക്കുന്നത് എപ്പോഴെന്നറിയുമോ? അതാ മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിച്ചു. ആ റൂഹ് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കടന്നു വരുമ്പോ അല്ലാഹു നിനക്ക് തന്നെ നിന്റെ നാവുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്ന നിന്റെ നാവുണ്ടല്ലോ, ആ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞാ നീ ജയിച്ചു, ഇല്ലെങ്കിൽ നീ തോറ്റുപോയവനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ, അതിനു വേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ, ഈ ശഅബാൻ മാസത്തിനെ ബഹുമാനിച്ചാൽ അല്ലാഹു നിന്റെ മരണവേദന കുറച്ചു തരികയാണ്. അല്ലാഹു നിനക്കൊരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിങ്ങൾ എത്രയോ നല്ല മരണം കണ്ടവരാണ്. ശംസുലുലമയുടെ മരണം പറയുന്നവരാണ്, ഉസ്താദിന്റെ മരണം പറയുന്നവരാണ്, അത്തിപ്പറ്റ ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, ചെറുശ്ശേരി ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, സ്വന്തം വീട്ടില് കബറ് കുടിച്ചിട്ട് മരണപ്പെട്ടു പോയ അല്ലാഹുവേ കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രം കേട്ടവരാണ്. എന്തിനാ കേരളത്തിൽ കിടക്കുന്ന മഹാന്മാരെ പറയുന്നത്? നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടതൊരു മഹാനുണ്ടല്ലോ, മറക്കാൻ കഴിയാത്തതൊരു മഹാനുണ്ടല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ മഹാനാരെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. മഹാനായ ജബ്ബാർ ഉസ്താദ്. അല്ലാഹുവേ, എത്ര പ്രാവശ്യമാ ചെറുപ്പക്കാരാ മയ്യത്ത് നിസ്കരിച്ചത്. എടാ, ഈ മംഗലാപുരത്ത് ഇതുപോലെ ജനം കൂടിയ ഒരു ദിവസമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഇത്രയും ജനം കൂടിയിട്ടുണ്ടോ? മന്ത്രിമാര് മരിച്ചാൽ, വലിയ രാഷ്ട്രീയക്കാര് മരിച്ചാൽ, പടച്ചവനെ കൂടുന്നതിനേക്കാളും ജനങ്ങള് അല്ലാഹു ഇഷ്ടപ്പെട്ടവർ മുഴുവനും വൈകുന്നേര സമയമായപ്പോ പടച്ചവനെ കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കായതാ മഹാന്റെ ജനാസ കാണാനാ. അവസാനമല്ല, ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ അവിടത്തെ ജനാസ ഇന്ന് കൊണ്ടുപോയി കബറടക്കുന്നതിന്. എന്റെ പ്രിയമുള്ളവരെ, ആ ചിരിക്കുന്ന മുഖം കണ്ടവരല്ലേ? നിനക്കും കൊതിയില്ലേ? നിനക്കും ആഗ്രഹമില്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അവരൊക്കെ പോയതുപോലെ പോകാ? നിനക്ക് മോഹമുണ്ടെങ്കിൽ മുത്തുനബിയാണ് പറയുന്നത്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ നീ ആദരിച്ചാൽ അല്ലാഹു നിനക്ക് ഒരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എപ്പോഴവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. പടച്ചവനെ, ഈ പ്രാവശ്യം ഉംറയ്ക്ക് കടന്നു പോയപ്പോ എന്റെ ഭാര്യ പോയിരുന്ന അതേ ഫ്ലൈറ്റില് സഞ്ചരിച്ചിരുന്നവര് 3 വയസ്സുള്ളവര് പൊന്നുമോനുണ്ടല്ലോ. പരിശുദ്ധമായ കഅബാലയത്തിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ചു പോയ പൊന്നുമോരാ. അല്ലാഹുവേ, ഉമ്മയുടെ കയ്യിൽ പിടിച്ച് ഉംറ ചെയ്ത പൊന്നുമോ മക്കയിൽ വെച്ചല്ലേ മരണപ്പെട്ടത്. ആ പൊന്നുമകന്റെ മയ്യത്തല്ലേ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് ലക്ഷക്കണക്കിന് പേര് നിസ്കരിച്ചത്. ആ പരിശുദ്ധമായ മണ്ണിലെ 3 വയസ്സുകാരന്റെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഇതുപോലെ എത്രയെത്ര നല്ല മരണം കേൾക്കുന്നവരാ. കരുണക്കടലായ അല്ലാഹ്, ഈ പുണ്യമായ ശഅബാനിന്റെ രാത്രിയില് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് നീയൊരു നല്ല മരണം തരണേ അല്ലാഹ്, ഒരു നല്ല മരണം തരണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പാവങ്ങളെ സഹായിക്കാറാ, യതീമീങ്ങളെ സഹായിക്കാറാ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറാ. ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാം. ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാം. മിണ്ടാതിരിക്കുന്നവർക്ക് മിണ്ടാതെ ഇരിക്കാം. ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാം. മനുഷ്യ വെറുതെയല്ലല്ലോ, അല്ലാഹു നിന്നോട് പൈസ ചോദിക്കുന്നത് വെറുതെയല്ലല്ലോ. ഇതുകൊണ്ട് നിനക്കല്ലേ നേട്ടമുള്ളൂ. മുത്തുനബിയല്ലേ പറഞ്ഞത്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകനല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ,
സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഈ വഅദിന് കടന്നു വരുന്നതിന് മുമ്പ് മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ മംഗലാപുരത്ത് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പടച്ചവനെ എന്തിനാ കടന്നു പോയതെന്നറിയുമോ? കുടകെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, കഴിഞ്ഞ മാസമുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും പടച്ചവനെ നിങ്ങൾ പലരും കുടകിൽ പോകുന്നവരാണ്. കാരണമല്ല, അവിടെ ഒരു മഹാന്റെ ഖബറുണ്ടല്ലോ. ഒരുപാട് മക്കാം അറിയാത്തവരുണ്ടോ? ഒരുപാട് മക്കാമിൽ കിടക്കുന്ന മഹാരഥൻ അറിയാത്തവരുണ്ടോ? പടച്ചവനെ, ആ മക്കാമിന്റെ താടില് പടച്ചവനെ SKSSF-ന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ഒരു മജ്‌ലിസുന്നൂറിന്റെ വാർഷികമുണ്ടായിരുന്നു. ഞാനാണ് ഇവിടെ വഅദ് പറഞ്ഞത്. പടച്ചവനെ, ഈ മംഗലാപുരത്തിന്റെ പരിസരത്ത് നിന്ന് ഒരു വാഹനം നിറയെ ബസ് വിളിച്ചിട്ടാ വഅദ് കേൾക്കാമെന്ന് വരുന്നു. അവസാനമല്ല, മഴ പെയ്ത് തിമിർത്തിരുന്ന രാത്രിയില് അവസാനമല്ല അവിടെ നിന്ന് വഅദ് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞ് പടച്ചവത്തിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. എന്നിട്ട് ദുആ ചെയ്തിട്ട് എല്ലാവരും പിരിയുമ്പോ ഒരു കുടുംബത്തിലെ പടച്ചവനെ വാപ്പയും മക്കളുമില്ല. വഅദ് കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് അവര് തന്റെ വീട്ടിലേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോന്റെ കണ്ണും നടന്നുപോയി. പൊന്നുമോന്റെ കണ്ണൊരു സെക്കൻഡ് നടന്നപ്പോ അല്ലാഹുവേ, വണ്ടി അവിടെ നിന്ന് ഇടിച്ചു മറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ഇന്ന് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ പിതാവിന്റെ പൊന്നുമകനൊരു ഉസ്താദാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, വാപ്പ നിങ്ങളെ തിരക്കുന്നുണ്ട്. വാപ്പയുടെ അവസ്ഥ പരിതാപകരമാണ്. നിങ്ങൾ പാവങ്ങളാണ്. എന്റെ വാപ്പാനൊന്ന് ദുആ ചെയ്യാൻ വരുമോ? അല്ലാഹുവേ, ഇന്ന് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു, 10 ലക്ഷം രൂപ ചെലവായി ഉസ്താദ്, 10 ലക്ഷം രൂപ ചെലവായി ഉസ്താദ്. നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, എല്ലാം പടച്ചവന്, എല്ലാം വിറ്റുപറക്കി. 10 ലക്ഷം രൂപ എങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പടച്ചവരെ, ഞങ്ങളുടെ വാപ്പയുടെ അവസ്ഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഈ തൊണ്ടക്കുഴിയിലൊരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാ. തൊണ്ടക്കുഴിയിലേക്ക് ഒരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് കൂടെയാ ശ്വാസം വലിച്ചു വിടുന്നത്. ആ വാപ്പയുടെ 2 കൈയും തളർന്നു പോയി മോനെ, 2 കാലും തളർന്നു പോയി. 2 കൈയും 2 കാലും തളർന്നു പോയി. ഇനി അതുകൊണ്ട് പ്രയോജനമില്ല. വാപ്പയുടെ പടച്ചവനെ നട്ടെല്ലിന്റെ ഭാഗം തകർന്നു പോയിട്ട് തൊണ്ടക്കുഴികളൊരു പൈപ്പ് ഇങ്ങനെ കുത്തിയിറക്കി വെച്ചിരിക്കുന്നു. അതിനകത്തുകൂടെ ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുകയാ. ഞാൻ കടന്നു ചെന്നപ്പം മക്കള് പറഞ്ഞു, വാപ്പാ, ഉസ്താദ് വന്നിരിക്കുന്നു. ആ പിതാവൊന്ന് കണ്ണു തുറന്നു നോക്കി. ഞാൻ തലയിൽ കൈവച്ചിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? ആ സാധുവിന് സംസാരിക്കാൻ കഴിയുന്നില്ല. തലയാട്ടി കാണിച്ചു മനസ്സിലായി. കാരണം എന്റെ വഅദ് കഴിഞ്ഞു ദുആ ചെയ്തിട്ട് കരഞ്ഞിറങ്ങിപ്പോയ പിതാവാ. ആ മനുഷ്യന്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ ചെവിയിൽ പറഞ്ഞു, വാപ്പാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? നിങ്ങൾ കള്ളു കുടിക്കാൻ പോയപ്പോഴല്ല, നിങ്ങൾ വ്യഭിചരിക്കാൻ പോയപ്പോഴല്ല, നിങ്ങൾ പാപം ചെയ്യാൻ പോയപ്പോഴല്ല, കുടുംബസമേതം വഅദ് കേൾക്കാമെന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റിയത്. നിങ്ങൾ മരിച്ചു പോയാൽ സ്വർഗമാണ് വാപ്പാ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും വാപ്പാ. ആ സാധുവിന്റെ കണ്ണ് നിറയുകയാ. സന്തോഷം കൊണ്ടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. 10 ലക്ഷം എന്ന ഒരു വലിയ ബാധ്യതയാണ് ആ പാവപ്പെട്ട കുടുംബത്തിന്റെ തലയിലിരിക്കുന്നത്. എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം
സഹായിക്കാൻ കഴിയുമെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിന്, ആ പാവപ്പെട്ട പിതാവിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണമെന്ന് കരുതിയ ഈ മംഗലാപുരത്താ കിടക്കുന്നത്. ഇവിടുന്ന് കിലോമീറ്ററിൽ ഒരുപാടില്ലല്ലോ. ഒന്ന് പോകണം ചെറുപ്പക്കാരാ. ആ പിതാവിന് നിങ്ങളൊന്ന് പോയി ആ മക്കളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. നിങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ആ പിതാവിനോട് നീ കരുണ കാണിക്കണേ അല്ലാ. ഒന്ന് ദുആ ചെയ്യാനെങ്കിലും മറക്കല്ലേ ചെറുപ്പക്കാരാ. അവിടെ നിറങ്ങുമ്പോ അടുത്തൊരു മനുഷ്യൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അല്ലാഹുവേ കുടലിൽ അല്ലാഹുവേ ബ്ലോക്ക് വന്നിട്ട് രക്തം ഇങ്ങനെ വയറിന്റെ അകത്ത് കെട്ടിക്കിടക്കുകയാ. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. എപ്പോ വേണമെങ്കിലും മരിക്കാം ഉസ്താദേ. കേറിയൊന്ന് ദുആ ചെയ്യുവോ? രണ്ടാം നിലയിലേക്ക് കയറി ചെന്നു. 4ൽ നിന്ന് 5ാമത്തെ നിലയിലേക്ക് കയറി ചെന്നു. അവസാനം ആ മനുഷ്യന്റെ മുന്നിൽ നിന്നും ഒന്ന് ദുആ ചെയ്തു. കുടുംബത്തിനെ സമാധാനിപ്പിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ അല്ലാ ഒരു ചെറിയ മകനെയും കൊണ്ടൊരു ചെറുപ്പക്കാരൻ വരികയാ. ഉസ്താദെ അഡ്മിറ്റ് ആക്കാമെന്നതാണ്. ഉസ്താദേ ഉസ്താദേ പടച്ചവരെ എന്റെ പൊന്നുമോന്റെ ഹാർട്ടിന് രോഗമാ ഉസ്താദേ. നാളെ സർജറിയാ ദുആ ചെയ്യണേ. മോനെ ഒരു ചെറിയ മോനടാ. 1 വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു. 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചുമോൻ. ഇതുപോലെ എത്രയെത്രയോ പാവങ്ങളെ കാണുന്നവരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുത്തോ. അസ്സദഖത്തു റത്തുൽ ബലാ. സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിന് അല്ലാഹു ശിഫാഉ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ശിഫാഉ കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. വയല് കേൾക്കാൻ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് പറ്റിയത് ഏത് ഹോസ്പിറ്റലിലാ ഷാഫി? ഷാഫി ഏത് ഹോസ്പിറ്റല്? KMC എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം 10 ലക്ഷം രൂപ. ഒരു ഉസ്താദ 3 മക്കൾ അടുത്ത് നിൽക്കണു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇളെ കൊണ്ട് പറ്റുമെങ്കിൽ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക. ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ആ പിതാവ് മരിക്കാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യൂല. ലോകത്തൊരാളും മരിക്കാൻ വേണ്ടി എന്റെ നാവ് കൊണ്ട് ഞാൻ ദുആ ചെയ്യൂല. അല്ലാഹു ആ സഹോദരൻ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ മാസത്തിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അല്ലാഹു അവന് നല്ല മരണം കൊടുക്കും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 നിർത്താറായോ? ചിലരൊക്കെ വാച്ച് ഇങ്ങനെ പൊക്കി നോക്കുന്നു. അതിനർത്ഥം ഉസ്താദെ 11:30 എനിക്ക് മനസ്സിലായി. നിനക്ക് വാച്ച് നോക്കണം, ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ പൊക്കി നോക്കി അതിനർത്ഥം അത് എനിക്ക് കാണാനുള്ളതാണ്, അത് എന്നെ കാണിക്കാൻ വേണ്ടിയാ. കുഴപ്പമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ്. നിർത്താം. നല്ല തണുത്ത കാറ്റടിക്കുന്നു. നിർത്താം. എനിക്ക് 2 പ്രതിഫലം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? എന്ത് വേണം? എന്തോ വേണം. മലയാളം മനസ്സിലാവണില്ലേ? എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണമെന്നുള്ളവര് കൈവക്കിക്കേ. അൽഹംദുലില്ലാ. പൈസ ചോദിക്കുമ്പോഴേ ഉഷാറ് കാണണം കേട്ടാ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ദിക്റ് പറഞ്ഞാൽ 1000 വർഷത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. 1000 വർഷം അല്ലാഹു ഇബാദത്ത് ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരൊറ്റ ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഈ ശഅബാൻ മാസത്തിൽ നിങ്ങൾ ഈ ദിക്ർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1000 വർഷത്തെ പ്രതിഫലം, 1000 വർഷത്തെ പാപവും പൊറുക്കും. അല്ലാഹു പാവം നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. മലയാളം തിരിയണില്ലേ? ഇപ്പൊ ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം ചർച്ച ചെയ്യരുത്. ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, നമുക്ക് എന്താന്ന് ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ?
ഇഷ്ടപ്പെട്ടില്ലേ? ആര് ജയിച്ചാലും അസ്രായേൽ നിന്നെ വെറുതെ വിടുവോ? പറ. ഇന്ത്യ ആര് ഭരിച്ചാലും അസ്രായേൽ നിന്നെ വെറുതെ വിടുവോ? നീ ഇഷ്ടപ്പെടുന്നവൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ മരണവേദന കുറച്ചു തരുവോ? ഇല്ല. രാഷ്ട്രീയത്തിൽ ആര് ജയിക്കട്ടെ ആര് തോക്കട്ടെ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനേ പറ്റത്തുള്ളൂ, വേറെ എന്തിനും പറ്റൂ. അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് ശത്രുക്കളുടെ കയ്യിൽ ഈ രാജ്യത്തിന് നീ കൊടുക്കല്ലേ തമ്പുരാൻ. നമുക്കത്രയല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇലക്ഷന് പോകുമ്പോ ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇലക്ഷന് പോകുന്ന സമയത്ത് ആരാ സ്ഥാനാർത്ഥി നിങ്ങൾക്കറിയാം, നല്ലവൻ ആരാ മോശക്കാരൻ ആരാ. ഒത്തു നിന്ന കൊള്ള, ഇല്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയല്ലേ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലോം പറഞ്ഞ പിന്നെ എന്നെ പൊങ്കാലയിടും. എന്റെ വാപ്പ മരിച്ച മാസം അദ്ദേഹത്തെ കബറിൽ പോലും കടത്തൂല. അതുകൊണ്ടാ പറയാത്തെ. എനിക്ക് ഉള്ളതങ്ങോട്ട് പച്ച മലയാളത്തിൽ പറയാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. ഞാൻ പിന്നെ എന്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയം ഒന്നും സംഘടന ഒന്നും പറയാറില്ല. അതെനിക്കെതിരെയുള്ളൊരു പരാതിയാണ്. ഞാൻ സംഘടന പോലും ഉസ്താദ് സമസ്തക്കാരന കോട്ടയം ജില്ലയുടെ സെക്രട്ടറിയായി, എന്നാലും സമസ്ത പറയത്തില്ല. ഞാൻ പറയും, ഞാനൊന്നും പറയില്ല. വയത് കേൾക്കുന്ന സമയത്ത് വയത് പറയേണ്ട സദസ്സിൽ വയത് പറയും, സംഘടന പറയേണ്ട സദസ്സിൽ സംഘടന പറയുക തന്നെ ചെയ്യും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആര് ജയിക്കണം ആര് തോക്കണം അത് വരെ നമ്മൾ ജയിക്കണം, നമ്മൾ തോക്കരുത്. നമ്മൾ ജയിക്കണമെങ്കിൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ. ജയിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, ജയിക്കൂലേ? ജയിക്കൂന്ന് വെക്കുമ്പോ ഇൻഷാ അല്ലാഹ് പറയണേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ആ പരീക്ഷ ജയിക്കൂലേ? പറ, ജയിക്കൂലേ? ഉറപ്പുണ്ടാ? കൈവക്കിക്കുക എന്റെ കൂടെ. ഈ പരീക്ഷയിലാ ജയിക്കേണ്ടത്. ഇത് A+ ഒന്നും വേണ്ടാട്ടാ. ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ A+ ഒന്നും വേണ്ട. ഈ ദിക്ർ എപ്പോഴും പറഞ്ഞാൽ മതി, ജയിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാൻ മാസം. ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കണം. ഈ മാസത്തിന് നമ്മൾ ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, 3 പ്രതിഫലം പറഞ്ഞു പിരിയാം. മൂന്ന് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന 3 പ്രതിഫലം ഞാൻ പറഞ്ഞു പിരിയാ. മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പുണ്യമായ മാസത്തിനെ ബഹുമാനിച്ചാൽ അവനല്ലാഹു അലൈഹാ സകറാത്തുൽ മൗത്ത്, അല്ലാഹു അവന്റെ മരണവേദന അല്ലാഹു കുറച്ചു കൊടുക്കുകയാണ്. അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുകയാണ്. 4ാമത്തെ പ്രതിഫലമുണ്ട്, ഖബറിന്റെ ഇരുളുണ്ടല്ലോ, ഖബറിന്റെ അകത്തെ ഇരുളുണ്ടല്ലോ, ഇരുളാണല്ലോ 6 മണ്ണിന്റെ അകത്ത്. കാരണം നമ്മൾ ഖബറടക്കുന്നവരാണ്. പള്ളിക്കാട്ടിൽ ജനാസ കൊണ്ടുവച്ചിട്ട് പലകയെടുത്ത് നിരത്തിയിട്ട് ആ പലകയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ദ്വാരം കണ്ടാ അതുകൂടെ ഞാനും നിങ്ങളും അടയ്ക്കുന്നവരാണ്. കാരണം വെളിച്ചം അതിനകത്തിറങ്ങാ പാടില്ല. അത് മാത്രമല്ല, എന്നിട്ട് അത് മാത്രമല്ല, അതിന്റെ മുകളിൽ മണ്ണുകൂടെ വാരിയിടുന്നവരാണ്. മണ്ണുകൂടെ അതിന്റെ മുകളിൽ വാരിയിടുന്നവരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ മാസത്തിനെ നിങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചാൽ, മുത്തുനബി പറയുന്നു, സ്വഹാബാ നിന്റെ ഖബർ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഹുമാനിക്കാൻ കഴിയുമോ? അല്ലാഹുവേ, പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ, പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിനെ സ്വീകരിച്ചാൽ, അവന്റെ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ ബഹുമാനിച്ചാൽ അവന്റെ ഖബർ പ്രകാശിക്കുകയാ. അവന്റെ ഖബറിനകത്ത് വെളിച്ചമുണ്ടാവുകയാ. ഖബറിന്റെ അകത്ത് വെളിച്ചമുണ്ടാകുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ കവാടം നിന്റെ ഖബറിന്റെ അകത്ത് വാതിലിങ്ങനെ തുറക്കുകയാണ്. ആ വാതിലിങ്ങനെ തുറക്കുമ്പോ എന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത വെളിച്ചമാ. 5ാമത്തെ പ്രതിഫലമുണ്ട്,
കേൾക്ക ചെറുപ്പക്കാരാ, ഉടുതുണിയില്ലാതെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പലചരപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. എന്റെ മാസത്തിനെ ബഹുമാനിച്ച മനുഷ്യ, വസതറഹുല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. മുത്തുനബിയവിടെന്ന് പറഞ്ഞു തരികയാണ്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന് ആദരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പലചരപ്പിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഔറത്ത് നിറച്ചവനായിട്ടാ കടന്നു വരുന്നത്, നഗ്നനായിട്ടല്ല, ഉടുതുണിയില്ലാതെയല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ നിന്റെ ചാരത്തേക്ക് വസ്ത്രവുമായി കടന്നു വരികയാണ്. മലക്കുകൾ നിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് വസ്ത്രം ധരിപ്പിച്ചിട്ട് നാളെ കോടതിയിലേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ഈ പാവപ്പെട്ടവന്റെ വായലപടയുണ്ടെന്ന് കേട്ടാൽ കിലോമീറ്ററുകളെ താണ്ടിക്കൊണ്ട് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്ന മക്കളെ, ഈ സിറാജിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാ, മോനെ നിനക്ക് നാളെ സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ടടാ. നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ നിനക്കൊരു കൂട്ടുകാരനുണ്ട്. ആരാ കൂട്ടുകാരനെന്നറിയുമോ? പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ ബഹുമാനിക്കുന്ന ചെറുപ്പക്കാരാ, നീ നാളെ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകരായ യൂസുഫ് നബി ഉണ്ടല്ലോ, പടച്ചവരേ, സൗന്ദര്യവാനായ യൂസുഫ് നബി ഉണ്ടല്ലോ, സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് കയറി പിടിച്ച യൂസുഫ് നബി ഉണ്ടല്ലോ, സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബിയുടെ ഗ്ലാമർ കണ്ടപ്പോ കയ്യിലിരുന്ന കത്തി കൊണ്ട് കൈപോലും മുറിച്ചു പോയ യൂസുഫ് നബി ഉണ്ടല്ലോ. ചെറുപ്പക്കാരാ, ശഅബാൻ മാസത്തിനെ സ്നേഹിക്കുന്ന യുവത്വേ, ഈ പുണ്യമായ മാസം കടന്നു വന്നപ്പോ എനിക്ക് നന്നാകണമടാ, എല്ലാ പാപങ്ങളും വെടിയണത്, എല്ലാ വൃത്തികേടുകളും മാറ്റിവെക്കണത്, എനിക്ക് റമദാനിനെ സ്വീകരിക്കാൻ നന്നാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുത്തുനബിയുടെ മാസമാണെന്ന് കരുതിയിട്ട് ഈ പുണ്യമായ മാസത്തിനെ നീ ബഹുമാനിച്ചാൽ നാളെ നീ സ്വർഗത്തിൽ യൂസുഫ് നബിയുടെ കൂട്ടുകാരനാ. അല്ലാഹുവേ, ആ ഭാഗ്യം നമുക്ക് തരണമല്ല. ഈ യൂസുഫ് നബിയുടെ കൂട്ടുകാരായി ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആറാമത്തെ പ്രതിഫലമുണ്ട്. ഈ ശഅബാൻ മാസത്തിനെ സ്നേഹിക്കുന്നവര്, ഈ ശഅബാൻ മാസത്തിനെ ആദരിക്കുന്നവര്, ഈ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവര്, അല്ലാഹു വരുന്ന ലാസ്റ്റ് പ്രതിഫലമുണ്ടെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുണ്ടല്ലോ, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം മാരക രോഗം പിടിച്ച് നടന്നിട്ട് ഒരിക്കപ്പോലും പടച്ചറപ്പിനോട് പരാതി പറയാത്ത, പടച്ചപരേതന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴെ വീഴുമ്പോ ഒരിക്കപ്പോലും അല്ലാഹുവിനോട് ചെയ്യാത്ത ആ അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ. മഹാനായ ദാവൂദ് നബി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാര് പടച്ചവരെ അവരുടെ പ്രതിഫലമല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാറുള്ളത്, ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയല്ലോ, തിരിച്ച് നിസ്കരിക്കണ്ടേ ചെറുപ്പക്കാരാ? മോനെ, ഇന്ന് മുതല് ഓരോ വഖത്ത് നിസ്കരിക്കുമ്പോഴും ആ വഖത്തിന്റെ കൂടെ ഖളാ ആയി പോയ ഒരു വഖത്ത് കൂടെ
കൂടെ നിസ്കരിക്കുമോനെ. സുബഹിക്ക് നിസ്കരിക്കുമ്പോ അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഖളായി പോയ ഒരു സുബഹി നമസ്കാരം ഞാൻ ഖളാ വീട്ടുന്നു റബ്ബേ. ളുഹർ നിസ്കരിക്കുമ്പോ ളുഹറിന്റെ കൂടെ, അസറിന്റെ കൂടെ ഒരു അസർ, മഗ്രിബിന്റെ കൂടെ ഒരു മഗ്രിബ്, ഇശാഇന്റെ കൂടെ ഒരു ഇശാ. ജീവിതത്തിൽ ഖളായി പോയ നിസ്കാരങ്ങൾ ഇന്ന് മുതൽ, നാളെ രാവിലെ മുതൽ, നാളെ സുബഹി മുതൽ മോനെ നിസ്കരിക്കാൻ തുടങ്ങണേ പൊന്നുമോരെ. രണ്ട്, കഴിഞ്ഞ റമളാനിൽ നോമ്പ് പിടിക്കാതെ പോയവരുണ്ടല്ലോ, കഴിഞ്ഞ റമളാനിൽ നോമ്പ് മുടങ്ങിപ്പോയവരുണ്ടല്ലോ. ഒരു കൊല്ലമാകുന്നില്ലേടാ ചെറുപ്പക്കാരാ, എന്തേ പിടിക്കാത്തത്? എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, കഴിഞ്ഞ റമളാനിൽ നിനക്ക് മെൻസസിന്റെ സമയം എത്രയോ നോമ്പ് മുടങ്ങിപ്പോയി പെങ്ങളെ. തിരിച്ചു പിടിച്ചോടി പൊന്നുമോളെ. റമളാൻ വരികയല്ലേ, അടുത്ത റമളാനിന് മുമ്പ് പിടിച്ചു തീർക്കേണ്ടത് നിന്റെ ബാധ്യതയല്ലേ? അത് ഫർള് നോമ്പായിരുന്നില്ലേ പെങ്ങളെ? എത്ര പെണ്ണുങ്ങളാ പിടിച്ചിട്ടുള്ളത്, എത്ര ചെറുപ്പക്കാരാ പിടിച്ചിട്ടുള്ളത്? അതുകൊണ്ട് മോനെ, പൊന്നുമോനെ, 28 ദിവസമേ ഉള്ളടാ ചെറുപ്പക്കാരാ. ഇന്ന് കൂട്ടിയാ 27, ഇന്ന് കൂടെ പോയാ 27 ദിവസം. എന്റെ ചെറുപ്പക്കാരാ, ഖളായി പോയ നോമ്പ് കടക്ക ഒന്ന് തിരിച്ചു പിടിച്ച് തീർക്കടാ ചെറുപ്പക്കാരാ. പൊന്നുമോനെ, കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യൂ. നിന്റെ ജീവിതം നന്നാക്കൂ, നിന്റെ സ്വഭാവം നന്നാക്കൂ, നിന്റെ വീടും പരിസരവും നന്നാക്കൂ പെങ്ങളെ. നാളെ മുതൽ നിന്റെ വീടും പരിസരവും വൃത്തിയാക്കൂ പെങ്ങളെ. ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു കളയൂ. റമളാൻ വരികയാണ്. ആ റമളാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിന്റെ വീടൊരുക്ക്, നിന്റെ മനസ്സൊരുക്ക്, നിന്റെ സമ്പത്തൊരുക്ക്, നിന്റെ ശരീരമൊരുക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ പ്രവാചകന്മാരുടെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പിരിയുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വെക്കേഷൻ തുടങ്ങിയല്ലോ. പരീക്ഷയെല്ലാം കഴിഞ്ഞു, പരീക്ഷയെല്ലാം കഴിഞ്ഞു. മക്കളൊക്കെ ഇങ്ങനെ വെറുതെ ഓടിച്ചാടി നടക്കുകയാ. സ്കൂള് തുറക്കുന്നത് വരെ 1 മാസമെങ്കിലും ഉണ്ടല്ലോ ചെറുപ്പക്കാരാ. വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാതെ, ടൂറ് പോകാതെ, പടച്ചവരെ മക്കള് വീടിന്റെ അകത്തിരുന്ന് ചുമ്മാതെ കളിച്ച് സമയം കളയുകയാ. ഈ സമയത്തിവിടെ എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു പള്ളിയില്, ഏതെങ്കിലും ഒരു കോളേജില്, ഈ പരിസരത്ത് എത്രയോ കോളേജുകളുണ്ട്, അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, വെക്കേഷൻ ക്ലാസുകൾ നടക്കുന്ന സ്ഥാപനമുണ്ട്. പടച്ചവരെ 10ാം ക്ലാസ് കഴിഞ്ഞ ആണിനും പെണ്ണിനും പടച്ചവരെ വഫിയും വഫിയ കോളേജൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. ഇതുപോലെ എത്രയോ കോളേജുകൾ ഈ വീടിന്റെ പരിസരത്തുണ്ട്. നിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിലെ ഉസ്താദന്മാര് വെക്കേഷന്റെ ക്ലാസുകൾ നടത്തുന്നുണ്ടല്ലോ. അവിടെ കൊണ്ടുവിട്ടിട്ട് നിന്റെ മക്കളെ ഒന്ന് ഖുർആൻ പഠിപ്പിച്ചുകൂടെ? ഒരു യാസീൻ ഓതാൻ പഠിപ്പിച്ചുകൂടെ? പൊന്നു പെങ്ങളെ, നിസ്കരിക്കാൻ നിന്റെ മോൻ അറിയില്ല ഉമ്മ. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് നീ പഠിപ്പിക്കാറില്ല. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടെങ്കിലും നിനക്കൊന്ന് പഠിപ്പിച്ചുകൂടെ? എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്? ആർക്കാ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുക? ഈ സദസ്സിലിരിക്കുന്നവരിൽ മക്കളതാ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവർ കൈപൊക്കാൻ പറഞ്ഞ നിങ്ങളിൽ അധികം പേർക്കും അതിലുള്ള ധൈര്യമില്ല. വാപ്പാ നീയേ പഠിച്ചില്ല, വാപ്പാ നീയേ പഠിച്ചില്ല. എന്തിനാ നിന്റെ മോനെയും നിന്നെ പോലെയാക്കുന്നത്? നിന്റെ വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാനേ നിനക്കറിയില്ലായിരുന്നു. നിനക്കറിയില്ലായിരുന്നു നിന്റെ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ. നിന്റെ വാപ്പയുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ അറിയില്ലായിരുന്നു. നിന്റെ വാപ്പയ്ക്ക് ജനാസ അതാ മയ്യത്ത് കഫം പൊതിഞ്ഞപ്പോ നോക്കി നിൽക്കാനേ നിനക്ക് പറ്റിയുള്ളൂ. ഉപ്പാന്റെ എവിടെ
അവിടെയൊക്കെയാണ് പഞ്ഞി വെക്കേണ്ടതെന്ന് നിനക്കറിയില്ലായിരുന്നു. വാപ്പാനെ ഒന്നൊരുക്കാ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല വാപ്പാ, നീ പഠിച്ചതുമില്ല, നിനക്കറിയത്തുമില്ല. പക്ഷേ നിനക്കാ ഗതി വരരുത്, നിനക്കാ ഗതി വരരുത്. അതുകൊണ്ട് നിന്റെ മക്കളെ പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.